നമസ്കാരം. ഒരു ഇടവേളയ്ക്ക് ശേഷം നമ്മൾ മെഡിസെപ്പിനെ കുറിച്ച് വീണ്ടും പറയേണ്ടി വരുന്നു. ഇപ്പോഴിത് പറയേണ്ടി വരുന്നത് ഇന്ന് വളരെ പ്രധാനപ്പെട്ട വാർത്തകളാണ് എല്ലാ മാധ്യമങ്ങളിലും. രണ്ടാം മെഡിസെപ്പ് വെറും വഴിപാടായി മാറി. 1.25 ലക്ഷം പേരുടെ ക്ലെയിമാണ് തള്ളിയിരിക്കുന്നത്. എത്ര പരിതാപകരമാണ്. ഓരോ പദ്ധതികൾ കൊണ്ടുവരിക, വളരെ ആവേശത്തോടു കൂടി നടപ്പിലാക്കുമെന്ന് പറയുക, അത് പിന്നീട് പാളിപ്പോവുക. ഒരു പിഴവും പരിഹരിച്ചിട്ടില്ല എന്നുള്ളതാണ് രണ്ടാം ഘട്ട മെഡിസെപ്പിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. ആരോഗ്യ ഇൻഷുറൻസ് ആദ്യത്തേതിനേക്കാൾ തരികിടയായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നിസ്സാര കാരണങ്ങൾ പറഞ്ഞ് ക്ലെയിമുകൾ കൂട്ടത്തോടെ തള്ളുകയാണ്. 1.25 ലക്ഷം പേരുടെ 100 കോടി രൂപയുടെ ചികിത്സാ ക്ലെയിമാണ് തള്ളിയിരിക്കുന്നത്. ആളുകൾ ഒരുപാട് പ്രൈവറ്റ് ആശുപത്രിയും ഒരുപാട് രോഗങ്ങളെയൊക്കെ ഉൾപ്പെടുത്തിയെന്ന് പറയുമ്പോഴും ക്ലെയിം കിട്ടുന്നില്ല. 100 കോടിയുടെ ക്ലെയിമാണ് കിട്ടാനുള്ളത്. 1,1.2 ലക്ഷം പേരുടെ ക്ലെയിമാണ് തള്ളിപ്പോയത്. നിർബന്ധിത പോളിസി ആയതിനാൽ ഇതൊരു ക്ഷേമ പോളിസിയാണ്, അതുകൊണ്ട് നിർബന്ധമായിട്ട് എടുത്തേ പറ്റുള്ളൂ, പെൻഷൻകാരായാലും സർവീസിലുള്ളവർ എന്ന് പറഞ്ഞ് ക്ഷേമ പെൻഷൻ പോലുള്ള ഒരു കാര്യമാണ് എന്നൊക്കെ പറഞ്ഞ് ഇതിനെ നിർബന്ധമാക്കിയതിന് ശേഷം അതിൽ നിന്ന് പിന്മാറാനും നിയമപരമായി കഴിയുന്നില്ല. അതുപോലെ തന്നെ മെഡിസെപ്പ് കാർഡുമായി ആശുപത്രിയിലെത്തിയാൽ നാണം കെട്ടുപോകുമോ എന്ന ആശങ്കയിലാണ് ജീവനക്കാരും പെൻഷൻകാർ. സോഫ്റ്റ്വെയർ പ്രശ്നം പറഞ്ഞാണ് അധികം പേരുടെ പൈസയും നിരസിക്കുന്നത്. സോഫ്റ്റ്വെയറിൽ ക്ലെയിം ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് പറയുന്നത്. സ്വീകരിച്ചാൽ തന്നെ ബിൽ തുകയുടെ പകുതി മാത്രമായിരിക്കും കിട്ടുക. വലിയ തരികിടയാണ് ഇവിടെ നടക്കുന്നത്. ബാക്കി തുക പോക്കറ്റിൽ നിന്ന് അടയ്ക്കണം. പരാതി ഉണ്ടെങ്കിൽ പറയാനും മെഡിസെപ്പിൽ ഒരു സംവിധാനമില്ല എന്നുള്ളതാണ്. ഒരു ക്ലെയിം നമുക്ക് കൊടുത്താൽ അത് കുറഞ്ഞു പോയാൽ പറയാനൊരു സംവിധാനം, ഇപ്പോൾ ESIയിലൊക്കെ ആണെങ്കിൽ കൃത്യമായ സംവിധാനമുണ്ട്. ആ സംവിധാനത്തിൽ മുകളിലുള്ള ഡോക്ടർമാർ അത് പരിശോധിക്കും. പരിശോധിച്ച ശേഷം നമുക്ക് അർഹമായ തുകയാണെങ്കിൽ തരും. ഇതങ്ങനെ ഒരു സംവിധാനം. മെഡിസെപ്പ് നോഡൽ ഓഫീസർമാരുടെ ഫോൺ നമ്പർ അവ്യക്തമാണ്. അവരെ വിളിച്ചാൽ പലപ്പോഴും കിട്ടത്തില്ല. പരാതികൾ പരിഹരിക്കാനും ക്ലെയിം തടസ്സങ്ങൾ നീക്കാനും വിവിധ വകുപ്പുകളിൽ 200-ലധികം നോഡൽ ഓഫീസർമാരെ നിയമിച്ചിട്ടുണ്ട്. എന്നാൽ ഔദ്യോഗിക പട്ടികയിൽ ഈ ഉദ്യോഗസ്ഥരുടെ മൊബൈൽ നമ്പർ അപൂർണമാണ്. എല്ലാ നമ്പറുകളുടെയും അവസാന 4 അക്കങ്ങൾ മാസ്ക് ചെയ്താണ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ വിളിക്കാനും പറ്റുന്നില്ല എന്നുള്ളതാണ്. അടിയന്തര സാഹചര്യങ്ങൾ ഉദ്യോഗസ്ഥരെ നേരിട്ട് ബന്ധപ്പെടാനും കഴിയുന്നില്ല. നീതിന്യായം, കൃഷി, വിദ്യാഭ്യാസം, ധനകാര്യം, പോലീസ് തുടങ്ങി 100-ലധികം പ്രധാന വകുപ്പുകളിലെയും ജില്ലാ കോടതികളിലെയും നോഡൽ ഓഫീസർമാരുടെ വിവരങ്ങളാണ് ഭാഗികമായി പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഓൺലൈൻ ഗ്രീവൻസ് ലിങ്കുകൾ പലപ്പോഴും പ്രവർത്തിക്കുന്നില്ല. 5 ലക്ഷം രൂപയാണ് ചികിത്സാ പരിധിയെങ്കിലും വൻതുക ചെലവ് വരുന്ന ചികിത്സകൾക്ക് ചെറിയ തുകയുടെ പ്രത്യേക പരിധി നിശ്ചയിച്ചാണ് കരാർ. ബില്ലടയ്ക്കുമ്പോഴാണ് എല്ലാ കാര്യങ്ങളുടെയും തരികിടകൾ രോഗികൾ മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കൾ മനസ്സിലാക്കുന്നത്. ഇതിനിടയിലാണ് മറ്റൊരു വലിയ ഒരു തരികിട കൂടി വരുന്നു. ഈ മെഡിസെപ്പ് എടുത്തിരിക്കുന്ന ഓറിയൻ്റൽ ഇൻഷുറൻസ് കമ്പനി എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ഇത് എടുത്തത്. അത് 31.46 ലക്ഷം പേരാണ് ഇതിനകത്ത് ചേർന്നിരിക്കുന്നത്. അവരുടെ ഡേറ്റ 2 സ്വകാര്യ കമ്പനികൾക്ക് പോകുന്നു എന്നൊരു വലിയ വിവാദം ഇതിനകത്ത് വന്നിട്ടുണ്ട്. അത് ആശ്രിതരായിട്ടുള്ള 19,86,000 ആളുകളും അതുപോലെ അല്ലാതെ മറ്റുള്ളവരും എല്ലാം കൂടി ചേർന്നൊരു 31.46 ലക്ഷം ആളുകളാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ഓറിയൻ്റൽ ഇൻഷുറൻസ് കമ്പനിക്ക് ലഭിച്ച കരാർ അവർ 2 സ്വകാര്യ കമ്പനികൾക്ക് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്വകാര്യ കമ്പനികൾക്ക് ഈ ആളുകളുടെ ഫാമിലി ഹെൽത്ത് പ്ലാൻ ഇൻഷുറൻസ് DPA ലിമിറ്റഡ്, വിഡാൽ ഹെൽത്ത് ഇൻഷുറൻസ് DPA സർവീസസ് എന്നീ കമ്പനികളുടെ കൈവശത്താണ് ഈ ഡേറ്റയെല്ലാം എത്തുന്നത്. അപ്പോൾ ആളുകളെ സംബന്ധിക്കുന്ന രോഗങ്ങളെ സംബന്ധിക്കുന്ന വിവരങ്ങൾ, അവരെ ചികിത്സിച്ച കാര്യങ്ങൾ, ഇത് മുഴുവൻ കാര്യങ്ങളും 2 സ്വകാര്യ കമ്പനികൾക്ക് കിട്ടുന്നു. ആ സ്വകാര്യ കമ്പനികൾ വഴി കുത്തക കമ്പനികൾക്കും മരുന്ന് കമ്പനികൾക്കും ഇതിൻ്റെ ഡേറ്റ കിട്ടാനുള്ള എല്ലാ സാധ്യതകളും വളരെ വലുതാണ്. നമ്മൾ പലപ്പോഴും ചോദിക്കും, വിവരവിജ്ഞാന വിസ്ഫോടനത്തിൻ്റെ ഈ പുതിയ കാലത്ത് ഡേറ്റ അങ്ങനെ കിട്ടില്ല. ഡേറ്റ എന്ന് പറയുന്നതാണ് ലോകത്തെ, ഡേറ്റ ആൻഡ് കണക്ടിവിറ്റിയാണ് ഇപ്പോൾ ലോകത്തെ നയിക്കുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും അത് ഡേറ്റ പുറത്തു പോകാൻ പാടില്ല. അതുകൊണ്ടാണ് ഓറിയൻ്റൽ ഇൻഷുറൻസിനെ ഏൽപ്പിച്ചത്. പക്ഷേ നിർഭാഗ്യവശാൽ അത് ഇൻഷുറൻസ് ക്ലെയിമുകൾ കൈകാര്യം ചെയ്യുന്ന സ്വകാര്യ കമ്പനികളെ പൊതുമേഖലാ സ്ഥാപനം മുൻഗണന നൽകാൻ തീരുമാനിച്ചത് ഈ ഡേറ്റ ചോർച്ചയെ വെച്ചിട്ടാണ്. പക്ഷേ അതൊന്നും ഇപ്പോൾ കാര്യമില്ല. ഇത് കൃത്യമായി പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് ടെൻഡറിൽ മുൻഗണന നൽകണമെന്ന് വ്യവസ്ഥ വച്ച സർക്കാർ വിലപ്പെട്ട ഡേറ്റയാണ് സ്വകാര്യ കമ്പനികളെ ഏൽപ്പിച്ച് അങ്ങനെ കാര്യങ്ങൾ പോകുന്നത്. വളരെ രസകരമാണ് ഇതിനകത്ത് മൂന്നാമതൊരു കാര്യം. ഓംബുഡ്സ്മാനെ ഒഴിവാക്കി. മെഡിസെപ്പ് പദ്ധതിയിൽ ചികിത്സ ലഭിച്ചില്ലെങ്കിൽ ഇൻഷുറൻസ് ഓംബുഡ്സ്മാനോട് പരാതിപ്പെടാനും കഴിയുകയില്ല.
അതും വളരെ പ്രധാനപ്പെട്ടതാണ്. അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിലാണ് ആളുകൾ പോയി പിന്നെ ട്രൈബ്യൂണലിൽ പോയിട്ടൊക്കെയാണ് ആളുകൾ പോയി കേസ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതേസമയം സർക്കാർ ഏർപ്പെടുത്തിയിട്ടുള്ള ത്രിതല പരിഹാര സംവിധാനമുള്ളത് ഇൻഷുറൻസ് കമ്പനിയുടെ സമ്മർദ്ദം കാരണമാണ് അങ്ങനെ ഒരു പരിഹാരം വന്നത്. അപ്പോൾ ഇത് മുഴുവൻ ഉഡായിപ്പ് തരികിടതവും ആണ് ഈ പരിപാടി. ക്ലെയിമുകൾ കിട്ടാത്ത കുറേ പേരുടെ പരാതികൾ സമയബന്ധിതമായി പരിഹരിക്കാൻ ത്രിതല സംവിധാനത്തിന് കഴിയുന്നുമില്ല എന്നുള്ളതാണ്. നേരിട്ട് ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനെ സമീപിക്കാൻ ഗുണഭോക്താക്കൾ കഴിയും. അപ്പോൾ അത് പക്ഷേ ക്ലെയിം നടന്നതിന് ശേഷമാണ്. അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൽ പോയിട്ട് പലരും ഇത് ഒഴിവാക്കിയിട്ടുണ്ട്. അത് പെൻഷൻ പറ്റിയവരും അല്ലാത്തവരൊക്കെ ഇതിൽ നിന്ന് ഒഴിവായിട്ടുണ്ട്, കേസ് പറഞ്ഞ് ഒഴിവായിട്ടുണ്ട്. ഇത് ക്ലെയിം കിട്ടിയിട്ടില്ലെങ്കിൽ ഉപഭോക്തൃ തർക്ക പരിഹാര കോടതിയിൽ പോയിട്ട് അവർ ക്ലെയിം വാങ്ങുന്നുമുണ്ട്. ഇതിൽ നിന്ന് ഒഴിവാക്കാൻ സർക്കാർ ശ്രമിച്ചെങ്കിലും അത് നടന്നില്ല. ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ പുറപ്പെടുവിച്ചൊരു വിധി അനുസരിച്ച് അവർ ഈ കേസെടുക്കും. ആ രീതിയിലാണ് ഈ കാര്യങ്ങൾ പോകുന്നത്. നമ്മളിതിനെ സംബന്ധിച്ച് വളരെ വിശദമായ വീഡിയോകൾ ചെയ്തിരുന്നതാണ്. പക്ഷെ അപ്പോഴൊക്കെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും അല്ലെങ്കിൽ സർക്കാർ അനുകൂല സംഘടനകളുടെ ഭാഗത്തുനിന്നും ജീവനക്കാരുടെ ഭാഗത്തുനിന്നുമൊക്കെ ഇത് നല്ല പദ്ധതിയാണ് എന്നാണ് നമുക്ക് കമൻറ്റുകൾ വന്നത്. പക്ഷേ ഇപ്പോൾ വലിയ ഉഡായിപ്പാണ് ഈ പദ്ധതി എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട രേഖകളും അനുഭവസ്ഥരുടെ കാര്യങ്ങളും. 1.25 ലക്ഷം ആളുകളാണ് 1.25 1.25 ലക്ഷം ആളുകളുടെ 100 കോടി രൂപയാണ് ക്ലെയിം ചെയ്യാതെ കിടക്കുന്നത്.